നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സഭയിലും പാമുലിൻ കേസിൽ സഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയ കോടതി നടപടി ശരിയെന്ന് ഉമ്മൻചാണ്ടി. അഴിമതിയുടെ പേരിൽ നിരപരാധികളെ കൊടുക്കാൻ കൂട്ടുനിൽക്കില്ല. ഇടപാടിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കരുണാകരനടക്കം എല്ലാവരും നിരപരാധികളാണെന്ന ബോധ്യം തനിക്കുണ്ട്. പാമുലിൻ കേസ് കരുണാകരനെ കൊടുക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയത്. കേസിന്റെ പേരിൽ 20 വർഷമായി ഉദ്യോഗസ്ഥരെ കുടുക്കിയിട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി. പാമുലിൻ കേസ് ഉപയോഗിച്ച് കരുണാകരനെ വെട്ടാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയെന്ന് VS. മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയെന്നും സഭയിൽ VSന്റെ പരിഹാസം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം. മലമുകളിൽ ചിറകുടിഞ്ഞ്. നേപ്പാളിൽ 23 യാത്രക്കാരുമായി രാവിലെ കാണാതായ വിമാനം കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. ഹിമാലയ മലനിരകൾക്കുമീതെ കാണാതായത് ആഭ്യന്തര വിമാന കമ്പനിയായ ടാര എയർലൈൻസിന്റെ വൈക്കിംഗ് വിമാനം. ദുർഘടമായ മലനിരകളിൽ തട്ടി വിമാനം തകർന്നിരിക്കാമെന്ന് സൂചന. നേപ്പാളിലെ പൊഖാറയിൽ നിന്ന് രാവിലെ 7:45 പറന്നുയർന്ന വിമാനത്തിന് 10 മിനിറ്റിനു ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടമാവുകയായിരുന്നു. ജോംസമിലേക്കുള്ള യാത്രയിൽ വിമാനത്തിലുണ്ടായിരുന്നത് 20 യാത്രക്കാരും 3 ജീവനക്കാരും. യാത്രക്കാരിൽ 2 പേർ വിദേശികൾ. കാണാതായ വിമാനം പുതിയതെന്നും യന്ത്രത്തകരാറുകൾ ഇല്ലായിരുന്നെന്നും ടാര എയർലൈൻസ് അധികൃതർ. വിമാനം കാണാതായ സംഭവം സർക്കാർ സ്ഥിരീകരിച്ചു. നേപ്പാൾ അതിർത്തി മേഖലയായ മൃഗ്ഡിയിൽ വിമാനം കാണാതായ സമയത്ത് മലമുകളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി സ്ഥലവാസികൾ. നാടകാന്തം നാടകീയം. JNU രാജ്യദ്രോഹ കേസിൽ 2 വിദ്യാർത്ഥികളുടെ നാടകീയ കീഴടങ്ങൽ. ഇന്നലെ അർദ്ധരാത്രിയോടെ ക്യാമ്പസിന് പുറത്തെത്തി പോലീസിന് കീഴടങ്ങിയത് ഉമർ ഖാലിദും അനിർബൻ ഭട്ടാചാര്യയും. അതേസമയം നേരത്തെ അറസ്റ്റിലായ കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് 29ലേക്ക് മാറ്റി. കോടതിയിൽ കീഴടങ്ങാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കൽ ഇന്ന്. മറ്റ് 3 വിദ്യാർത്ഥികൾ കീഴടങ്ങുന്നത് സുരക്ഷാ ആവശ്യത്തിൽ കോടതിയുടെ നിലപാടറിഞ്ഞതിനു ശേഷമെന്ന് സൂചന. അതിനിടെ പട്യാല ഹൌസ് കോടതിയിൽ കനയ്യകുമാറിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം തുറന്നു സമ്മതിക്കുന്ന അഭിഭാഷകരുടെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. കനയ്യയെ 3 മണിക്കൂറോളം മർദ്ദിച്ചെന്നും രാജ്യദ്രോഹികളെ പെട്രോൾ ബോംബെറിഞ്ഞു കൊല്ലുമെന്നും അഭിഭാഷകരുടെ ഭീഷണി. മണിനാക്കിൽ വീണ്ടും കുരുക്ക്. വിവാദ പ്രസംഗം നടത്തി MM മണി വീണ്ടും കുരുക്കിൽ. ഇടുക്കി SIക്കും വനിതാ പ്രിൻസിപ്പലിനുമെതിരായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ പ്രകോപന പ്രസംഗത്തിൽ കേസെടുത്ത് പോലീസ് നടപടി. ചെറുതോണിയിൽ മണി നടത്തിയ പ്രസംഗം ഇടുക്കി SIയെ ഭീഷണിപ്പെടുത്തിയും പൈനാവ് പോളിടെക്നിക് പ്രിൻസിപ്പലായ വനിതയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും. പോലീസിനെ ഭീഷണിപ്പെടുത്തൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ്. മുന്നണികളിൽ ഉഷ്ണകാലം. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ചുട്ടുപൊള്ളുന്ന മുന്നണികൾക്ക് ഇനി കൂടിയാലോചനകളുടെ ഉഷ്ണകാലം. പ്രാരംഭ ചർച്ചകളുമായി കോൺഗ്രസിൽ ഇന്ന് വൈകിട്ട് ജില്ലാതല സമിതികളുടെ യോഗം. KPCC ആസ്ഥാനത്തെ യോഗത്തിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപക് ബാബ്രിയെയും. മത്സര രംഗത്തെ പ്രമുഖരുടെ നിര നിശ്ചയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. 44 സിറ്റിംഗ് MLAമാരിൽ മിക്കവരും പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് റിപ്പോർട്ട്. ബാക്കി സീറ്റുകളിൽ പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും മുൻഗണന. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേരത്തെ കളമൊരുക്കി BJP കോർ കമ്മിറ്റി യോഗവും ഇന്ന്. 10 സീറ്റിലെങ്കിലും വിജയിക്കണമെന്ന് പാർട്ടിക്ക് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.